പാവപ്പെട്ട സ്ത്രീകൾക്ക് യാത്രാക്കൂലി ലാഭിക്കാനും അവരെ തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരാനും സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതിയുടെ നല്ല ഉദ്ദേശത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ലക്ഷക്കണക്കിന് സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഇതൊരു ആശ്വാസവുമാണ്. പക്ഷേ ഇത് നടപ്പിലാക്കിയ രീതിയിലെ അശാസ്ത്രീയത നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിന് നിരക്കാത്തതാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വം എന്ന് പറഞ്ഞാൽ ലിംഗഭേദമന്യേ എല്ലാവർക്കും തുല്യനീതി എന്നാണ്. ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മയ്ക്കായി ചെയ്തതാണ്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കാലഘട്ടത്തിലെ സ്ത്രീകൾ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയിരുന്നു. ഇന്ന് കേരളത്തിലെ സ്ത്രീകൾ വിദ്യാഭ്യാസത്തിലും തൊഴിൽ രംഗത്തും വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട്. വരുമാന പരിധിയില്ലാതെ ലക്ഷങ്ങൾ ശമ്പളമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്ക് വരെ ഇവിടെ സൗജന്യ യാത്ര നൽകേണ്ടതുണ്ടോ? അങ്ങനെ ചെയ്യുമ്പോൾ സ്ത്രീകൾ ഇന്നും ബലഹീനരാണ് എന്ന് ഭരണകൂടം തന്നെ വരുത്തി തീർക്കുകയല്ലേ ചെയ്യുന്നത്? നാളെ ഇതേ സൗജന്യം പുരുഷന്മാർക്കാണെങ്കിലും അതും തെറ്റാണെന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം. കാരണം ഒരിക്കലും ലിംഗത്തിന്റെ പേരിൽ ആകരുത് സൗജന്യങ്ങൾ പ്രഖ്യാപിക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് മറ്റു പലരുടെയും കഞ്ഞിയിൽ മണ്ണു വാരിയിടും. ഡീസൽ അടിക്കാൻ പോലും കളക്ഷൻ കിട്ടാതെ വണ്ടി റോഡരികിൽ ഒതുക്കേണ്ടി വന്ന പാവപ്പെട്ട പ്രൈവറ്റ് ബസ് തൊഴിലാളിയുടെ വയറ്റത്തടിയാണ് ഇവിടെ വീണിരിക്കുന്നത്. സാധാരണക്കാരോടൊപ്പം തന്നെ ശമ്പളം കൂടുതലായിട്ടുള്ള സ്ത്രീകളും ഫ്രീ ആയിട്ട് പോകുമ്പോൾ പാവപ്പെട്ട പ്രൈവറ്റ് ബസ്സുകാരൻ പട്ടിണിയിലാകുന്നത് എന്ത് തരം തുല്യ നീതിയാണ്? ഈ ആനുകൂല്യങ്ങൾ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടിയിരുന്നത് ലിംഗം നോക്കിയല്ല. പകരം സ്കൂളിൽ പോകാൻ വണ്ടിക്കൂലിയില്ലാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്കും തുച്ഛമായ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന വയോധികർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാർക്കുമായിരുന്നു. സ്ത്രീകൾ തങ്ങൾക്ക് കിട്ടുന്ന വരുമാനം മുഴുവൻ സ്വന്തം കുടുംബത്തിന് വേണ്ടി ചിലവാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. തനിക്ക് കിട്ടുന്ന വരുമാനം മുഴുവൻ തന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും തന്റെ കുടുംബത്തിനും വേണ്ടി ചിലവാക്കുന്ന പുരുഷന്മാരും നമുക്ക് ചുറ്റുമുണ്ട്. പണ്ടത്തെ പോലെയല്ല, സ്വന്തമായി ജോലി ചെയ്ത് സ്വന്തം സന്തോഷങ്ങൾക്കും ആവശ്യങ്ങൾക്കും യാത്രകൾക്കും ഒക്കെയായി സ്വാതന്ത്ര്യത്തോടെ പണം ചെലവഴിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്നത്തെ സമൂഹത്തിലുണ്ട്. ഇവിടെ ഒരു സ്ത്രീക്ക് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമാണ് ജോലിക്ക് പോകേണ്ടി വരുന്നത്. ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്ത ഒരു സ്ത്രീക്ക് പുരുഷന്റെ ചെലവിൽ കഴിയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. എന്നാൽ തിരിച്ച് ഒരു പുരുഷന് സ്ത്രീയുടെ ചെലവിൽ കഴിയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കുടുംബവും സമൂഹവും ഒരിക്കലും അനുവദിക്കുന്നില്ല. ഈ യാഥാർത്ഥ്യങ്ങൾ വിസ്മരിച്ചുകൊണ്ട് ഒരു കൈകൊണ്ട് സൗജന്യം തന്ന് മറു കൈകൊണ്ട് സാധാരണക്കാരനെ ശ്വാസം മുട്ടിക്കുന്ന നികുതി ചുമത്തുന്ന ഈ നയം തെറ്റാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ പദ്ധതി നിലവിൽ വന്ന അന്നു മുതൽ ഒരു KSRTC ബസ്സിലും സൗജന്യമായി യാത്ര ചെയ്യില്ല എന്ന ദൃഢനിശ്ചയം എടുത്ത ആളാണ് ഞാൻ. എന്നെപ്പോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു അച്ഛനോ ആങ്ങളയോ ആൺമക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ പുരുഷന്റെ അധ്വാനത്തെ വില കുറിച്ച് കാണാതെ സ്ത്രീക്കും പുരുഷനും തുല്യനീതി വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ളവന്റെ പട്ടിണി മനസ്സിലാക്കുന്ന, കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും അവകാശങ്ങളെ മാനിക്കുന്ന, താൻ ഒരിക്കലും ഒരു ബലഹീനയായ സ്ത്രീ അല്ല എന്ന് വിശ്വസിക്കുന്ന ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ ഈ അശാസ്ത്രീയമായ സൗജന്യം വേണ്ടെന്ന് വെക്കാൻ നിങ്ങളും തയ്യാറാകണം. കാരണം നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ വളരേണ്ടത് സ്ത്രീ ഒരു ബലഹീനയാണ് എന്ന ചിന്തയല്ല, മറിച്ച് ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും തുല്യരാണ് എന്ന ബോധ്യമാണ്. ആ യഥാർത്ഥ സമത്വത്തിനു വേണ്ടിയാകണം നമ്മുടെ നിലപാടുകൾ.